നമസ്കാരം. കഴിഞ്ഞ 10 വർഷക്കാലത്തെ കേരള രാഷ്ട്രീയം ചർച്ച ചെയ്തു കഴിഞ്ഞാൽ ഒരു വലിയ പിന്തിരിഞ്ഞു നോക്കൽ നമുക്ക് അനിവാര്യമാണ്. കേരളം കണ്ടതിൽ വെച്ച് ഏറ്റവും മോശം മുഖ്യമന്ത്രിയായിരുന്നോ ശ്രീ പിണറായി വിജയൻ. വിമർശനങ്ങൾ ജനാധിപത്യത്തിൽ അനിവാര്യമാണ്. തെറ്റുകൾ സംഭവിക്കാത്ത സർക്കാരുമില്ല. എന്നാലും പിണറായി വിജയൻ സർക്കാരിൻ്റെ വികസന പദ്ധതികളിലേക്ക് ഒന്ന് കണ്ണോടിക്കാം. 4 ലക്ഷത്തിലധികം കുടുംബങ്ങൾക്കാണ് കേരളത്തിൽ ലൈഫ് മിഷൻ പദ്ധതിയിലൂടെ വീടുകൾ വെച്ച് നൽകിയത്. പൊതു വിദ്യാഭ്യാസ യജ്ഞത്തിലൂടെ 45,000-ഓളം വരുന്ന ക്ലാസ് റൂമുകൾ ഹൈടെക് നിലവാരത്തിലേക്ക് ഉയർത്തുകയും ലാപ്ടോപ്പ്, ഹൈടെക് ലാബ്, പ്രൊജക്ടർ, ഇന്റർനെറ്റ് സംവിധാനം തുടങ്ങിയവ ഉറപ്പുവരുത്തുകയും ചെയ്തു. പാഠപുസ്തകങ്ങളും ഉച്ചഭക്ഷണവും കൃത്യമായി വിതരണം ചെയ്തു. യാതൊരു കുറവും പിണറായി സർക്കാർ വരുത്തിയില്ല. ആരോഗ്യം. ആർദ്രം മിഷൻ പദ്ധതിയിലൂടെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളെല്ലാം തന്നെ കുടുംബ ആരോഗ്യ കേന്ദ്രങ്ങളായി ഉയർത്തി. നിപ്പ, കൊറോണ തുടങ്ങിയ മഹാമാരികളെ അതിജീവിച്ചത് ആഗോളതലത്തിൽ വരെ ശ്രദ്ധിക്കപ്പെട്ടു. ഇന്റർനെറ്റ് സംവിധാനം സാധാരണക്കാർക്കും പാവപ്പെട്ടവർക്കും സർക്കാർ സ്ഥാപനങ്ങളിലും ഇന്റർനെറ്റ് ഒരു അവകാശമാക്കിക്കൊണ്ട് തന്നെ എല്ലാവർക്കും ഉറപ്പുവരുത്തി. ഗെയിൽ പൈപ്പ് ലൈൻ പദ്ധതി എല്ലാവരും ഉപേക്ഷിച്ച് ഒരിക്കലും നടപ്പാകില്ലെന്ന് പറഞ്ഞ ഗെയിൽ പൈപ്പ് ലൈൻ പദ്ധതി വളരെ വിജയകരമായി പിണറായി സർക്കാർ പൂർത്തിയാക്കി. KSRTC, സ്വിഫ്റ്റ് പോലെയുള്ള അനവധി ബസ്സുകൾ കഴിഞ്ഞ 10 വർഷക്കാലം KSRTC വളരെ നല്ല രീതിയിൽ കൊണ്ടുപോകാൻ പിണറായി സർക്കാരിന് കഴിഞ്ഞു. 1 മുതൽ 5 വരെയുള്ള തീയതികളിൽ കൃത്യം KSRTC ജീവനക്കാർക്ക് ശമ്പളം കൊടുക്കാനും സർക്കാർ മറന്നില്ല. ക്ഷേമ പെൻഷനുകൾ 1,600 രൂപയായി വർദ്ധിപ്പിക്കുകയും എല്ലാ മാസവും കൃത്യമായി അത് എല്ലാവരുടെ കൈകളിലേക്ക് എത്തിക്കുവാനും സർക്കാർ മറന്നില്ല. 2018, 19, 20, 21 കാലഘട്ടങ്ങളിലുണ്ടായ പ്രളയം, ഓഖി, നിപ്പ, കൊറോണ, വയനാട് ദുരന്തം തുടങ്ങിയ മഹാമാരികളെ അതിജീവിച്ച ഒരു സർക്കാരായിരുന്നു നമ്മുടേത്. എല്ലാവർക്കും സൗജന്യ ഭക്ഷ്യക്കിറ്റ് വിതരണത്തിലൂടെ കൊറോണ സമയത്ത് ഒരു കുടുംബം പോലും പട്ടിണി കിടക്കില്ല എന്ന് സർക്കാർ ഉറപ്പുവരുത്തി. ഇത്രയും മഹാമാരികൾ അതിജീവിച്ചപ്പോഴും സർക്കാർ കൂടെയുണ്ട്, നമുക്കിതിനെ അതിജീവിക്കണം, നമുക്കിതിനെ കരകയറണം എന്ന് പറഞ്ഞ് ജനങ്ങളോടൊപ്പം നിന്ന ഒരു സർക്കാരുണ്ടായിരുന്നു. അതുപോലെ തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് കേരളത്തിലെ റോഡ് വികസനം. NH-66 പോലെയുള്ള ദേശീയപാത റോഡ് വികസനം ഒരിക്കലും നടപ്പിലാകില്ലെന്ന് പറഞ്ഞ റോഡ് വികസന പദ്ധതികളാണ് പിണറായി സർക്കാർ വിജയകരമായി മുന്നോട്ട് വെച്ചത്. ഏകദേശം 5,580 കോടി രൂപയാണ് ഹൈവേ വികസനത്തിനായി ഉപയോഗിച്ചത്. കിഫ്ബി പോലെയുള്ള പുറത്തുനിന്നുള്ള ഫണ്ട് ഉപയോഗിച്ചും ആയിരക്കണക്കിന് കിലോമീറ്റർ റോഡുകൾ നവീകരിച്ചു. മലയോര റോഡുകളും ഹൈവേകളും തീരദേശ റോഡുകളും ഇതിനകത്ത് ഉൾപ്പെടും. 100ഓളം പാലങ്ങൾ, ആലപ്പുഴ ബൈപ്പാസ് റോഡ്, കുണ്ടന്നൂർ, വൈറ്റില ഫ്ലൈ ഓവറുകൾ തുടങ്ങിയവയെല്ലാം പിണറായി സർക്കാരിൻ്റെ വികസനങ്ങൾ തന്നെയാണ്. പിന്തിരിഞ്ഞു നോക്കുമ്പോൾ നമ്മളെ നെഞ്ചോട് ചേർത്ത് പിടിച്ച ഒരു സർക്കാർ തന്നെയായിരുന്നു കഴിഞ്ഞ 10 വർഷക്കാലം. പക്ഷേ അപ്പോഴും ഒന്ന് പറയട്ടെ, മാറ്റം അനിവാര്യമാണ്, മാറുക തന്നെ വേണം. ഒരു തുടർ ഭരണം കേരള ജനത ഇവിടെ ആഗ്രഹിക്കുന്നില്ല. ഒരു സ്വേച്ഛാധി ഭരണത്തെയും കേരള ജനത പ്രോത്സാഹിപ്പിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ സർക്കാർ ഒരിക്കലും പിണറായി വിജയൻ എന്ന് പറയുന്നത് കേരളം കണ്ടതിൽ വെച്ച് ഏറ്റവും മോശം മുഖ്യമന്ത്രിയായിരുന്നു എന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല. ഈ പദ്ധതികളൊക്കെ തന്നെ നമ്മൾ പിന്തിരിഞ്ഞു നോക്കിക്കഴിഞ്ഞാൽ സാധാരണ ജനങ്ങളുടെ കൈകളിലേക്ക് എത്തി എന്ന് തന്നെ നമുക്ക് പറയാനായിട്ട് പറ്റും. വിമർശനങ്ങളുണ്ടാവാം, കുറവുകളുണ്ടാകാം. പക്ഷേ അതൊക്കെ നിലനിൽക്കുമ്പോഴും ഈ അതായത് കേരളം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ ദുരന്തങ്ങൾ അഭിമുഖീകരിച്ച ഒരു മുഖ്യമന്ത്രിയായിരുന്നു ശ്രീ സഖാവ് പിണറായി വിജയൻ. അതും നമ്മൾ മറന്നുപോകരുത്. ഇനി മാറ്റം അനിവാര്യമാണ്, മാറുക തന്നെ വേണം. ഇനി സഖാവ് പിണറായി വിജയൻ പ്രതിപക്ഷത്തും ശ്രീ VD സതീശൻ മുഖ്യമന്ത്രിയായും തുടരുന്ന ഒരു നല്ല ഭരണ സംവിധാനം നമുക്കിവിടെ ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. സർക്കാർ നിർത്തിവെച്ച പല കാര്യങ്ങളും അവിടെ നിന്ന് തുടങ്ങാനും ഈ സർക്കാരിന് കഴിയട്ടെ. ഇതുപോലെ സാധാരണ ജനങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാനും നമ്മുടെ സർക്കാരിന് കഴിയട്ടെ എന്നും ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. താങ്ക്